ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. നിങ്ങൾക്ക് രാവിലെ വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം കഴിക്കാൻ മടിയാണോ? അപ്പോൾ ഇനി മുതൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി പാഴാക്കണ്ട കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടുള്ള പുട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ പുട്ടിനെ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്കിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ, നമ്മളിന്ന് പുട്ടുപ്പുവാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെ വരുന്ന പുട്ട് ആർക്കായാലും വൈകുന്നേരം ആകുമ്പോൾ കഴിക്കാനായിട്ട് മടിയാണ്. ഇപ്പോൾ എത്ര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞാലും വൈകുന്നേരം കഴിക്കാൻ നമുക്ക് മടിയാണ്. പിന്നെ വല്ല ചിക്കൻ കറിയോ മീൻ കറിയോ വേണോ അല്ലേ? അപ്പോൾ അത് നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എടുത്തിട്ടുള്ള പുട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, വേപ്പില, പച്ചമുളക്, സവാള എന്നിവയായിട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുമാവെന്ന് പറയുമ്പോൾ ഉപ്പില്ലാണ്ട് നമുക്ക് കാര്യം നടക്കില്ലല്ലോ. പിന്നെ സവാള വഴറ്റി വരുന്നതിന് ഉപ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാക്കുക കേട്ടോ സവാളയൊക്കെ. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പുട്ട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പുട്ട് നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഒന്ന് മുരിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഇളക്കി യോജിപ്പിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ നമുക്കത്. ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വേവിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാലും മതിയാവും. ഞാനിവിടെ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ ഇതിലേക്ക് ഫൈനലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. അതാണ് തേങ്ങ. നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഇതിന് പരസ്പരം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ 4 മണി പലഹാരമായിട്ടുള്ള പുട്ടുപ്പുവാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. താങ്ക്